നമസ്കാരം. വിഷ്ണോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സേവനങ്ങൾ ആധാർ വഴിയാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഇതിൻ്റെ വിശദ വിവരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും മാർച്ച് 1 മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നു. അതിന് മുന്നോടിയായി വാഹന ഉടമകൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ഈ സേവന കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴി മൊബൈൽ നമ്പർ പരിവാഹനിൽ അപ്ലോഡ് ചെയ്യാം. അതിനായി RTO ജോയിൻറ്റ് RTO ഓഫീസിൽ പ്രത്യേക കൗണ്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസം 1 മുതൽ 28 വരെയാണ് അപ്ഡേഷൻ അവസരം. പലവട്ടം പരീക്ഷിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഇടങ്കോരിടൽ പരാജയപ്പെട്ട സംവിധാനമാണ് ആധാർ അധിഷ്ഠിത സേവന സൗകര്യം. സേവനങ്ങൾക്കുള്ള അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ആധാർ ഉപാധിയാക്കുകയും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP എത്തുമെന്നുമാണ് പ്രത്യേകത. ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം, പെർമിറ്റ് സേവനങ്ങൾ, ഫിനാൻസ് സേവനങ്ങൾ തുടങ്ങിയവ നേരത്തെ ആധാർ അധിഷ്ഠിതമാക്കിയിരുന്നു. ആധാർ നമ്പറിന് പുറമെ ബദൽ സൗകര്യമെന്ന നിലയിൽ മൊബൈൽ നമ്പർ കൂടി നൽകി OTP സ്വീകരിച്ച് ഓൺലൈൻ നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നു. ആധാർ നൽകിയാൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിലേക്കും മൊബൈൽ ഫോൺ നൽകിയാൽ ആ നമ്പറിലേക്കും OTP എത്തുമായിരുന്നു. ഇതാകട്ടെ ഇടനിലക്കാർക്ക് സൗകര്യവുമായി. ഇടനിലക്കാർ തങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി OTP സ്വീകരിച്ച് നടപടികൾ പൂർത്തിയാക്കുന്ന സ്ഥിതിയായി. ക്രമേണ ആധാർ ഇല്ലാതെ മൊബൈൽ ഫോൺ നമ്പർ നൽകുന്ന രീതി മാത്രമായി. ഇത് അവസാനിപ്പിച്ചാണ് ആധാർ മാത്രമായി OTP സേവനം പരിമിതപ്പെടുത്തുന്നത്. ഈ മാസം 28 മുമ്പായി എല്ലാവരും അവരവരുടെ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ പരിവാഹൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.